ലോകത്തിന് മുഴുവൻ താരിഫ് ഏർപ്പെടുത്താൻ നടന്ന ട്രംപ് അദ്ദേഹത്തിൻ്റെ കാലിലെ മണ്ണൊലിച്ചു പോകുന്നത് മാത്രം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലിനടിയിലെ മണ്ണ് നിരന്തരമായി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ട്രംപിന് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ട്രംപ് വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. $30 ട്രില്യൺ ഇപ്പോൾ അമേരിക്കയുടെ കടം. ഇങ്ങനെ ട്രംപ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അമേരിക്കക്കാർ പിച്ച ചട്ടിയെടുക്കും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ട്രംപിന് കൊടുക്കുന്ന മുന്നറിയിപ്പ്. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൻ്റെ അഭാവം മൂലം ഇന്ത്യയും റഷ്യയും മരിച്ച സമ്പദ് വ്യവസ്ഥകളാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ വാസ്തവത്തിൽ സ്ഥിതി നേരെ വിപരീതമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അമേരിക്ക തന്നെ ഒരു മരിച്ച സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോകുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതിവിവര കണക്കുകൾ മാത്രമാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ വർഷം 2.80% വളർച്ചാ നിരക്കുണ്ടായിരുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ട്രംപിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ 6 മാസങ്ങളിൽ 1.3% താഴെയാണ് വളർച്ചാ നിരക്ക്. ഇന്ത്യയുമായും ചൈനയുമായും വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ ട്രംപ് മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇത് വിശദീകരിക്കുന്നത്. ട്രംപിൻ്റെ യുക്തിരഹിതമായിട്ടുള്ള പണനയങ്ങൾ കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ട്രംപിന് കൊടുക്കുന്ന സൂചന എന്ന് പറയുന്നത്. ട്രംപിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ 6 മാസങ്ങളിൽ ഇത് സംഭവിച്ചാൽ ഭാവിയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് വിദഗ്ധർ ആശങ്കാകുലരാണ്. ഈ വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6% നിരക്കിൽ വളരുമെന്ന് എല്ലാവരും പറയുമ്പോൾ ട്രംപ് ലോകത്തിൻ്റെ ആശങ്കകൾ ഉപേക്ഷിച്ച് അമേരിക്കയെക്കുറിച്ച് ആശങ്കപ്പെടുന്നതാണ് നല്ലത് എന്നാണ് പല വ്യവസായികളും അടക്കം പറയുന്നത്. പല സാമ്പത്തിക വിദഗ്ധരടക്കം ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അപകടത്തിലേക്കാണ് ട്രംപിൻ്റെ പോക്ക് എന്നുള്ളത്. എന്തായാലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു കുതിച്ചുചാട്ടവും നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ തൊഴിൽ നിയമനങ്ങളിൽ പോലും ഒരു കുതിച്ചുചാട്ടമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂലൈയിൽ തൊഴിൽ നിയമനം മെയ് മാസത്തിൽ 19,000-ഉം ജൂണിൽ 14,000-ഉം ജൂലൈയിൽ 73,000-ഉം ആയിരുന്നു. ഈ കണക്കുകൾ 2.58 ലക്ഷം നിയമങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ്. ജൂലൈയിൽ പോലും 1.15 ലക്ഷം നിയമനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും 73,000 പേർ മാത്രമേ നിയമിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും 2025 അമേരിക്കയിൽ പ്രതിമാസം ശരാശരി 85,000 പേർക്ക് മാത്രമേ ജോലി ലഭിച്ചിട്ടുള്ളൂ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2024 ശരാശരി പ്രതിമാസ തൊഴിൽ നിയമനമായിട്ടുള്ള 1.68 ലക്ഷത്തിൻ്റെ പകുതിയോളം വരും ഈ കണക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഒരു കാര്യത്തിലും തിളങ്ങാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുർബലമായിട്ടുള്ള തൊഴിൽ ഡാറ്റയ്ക്ക് ശേഷം സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് പകരം ഈ ഡാറ്റ നൽകുന്ന ഏജൻസിയുടെ മേധാവി എറിക്ക എൻഡഫറിനെ ട്രംപ് പുറത്താക്കുകയാണ് ചെയ്തത്. ഈ കണക്കുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ട്രംപ് പറയുന്നത്. റിപ്പബ്ലിക്കന്മാർ തങ്ങളെ പുച്ഛത്തോടെ കാണാനാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തു കൊണ്ടുവരുന്നത്. ബൈഡൻ ഭരണകാലത്താണ് എറിക്കയെ നിയമിച്ചത്. ഞാൻ അവരെക്കാൾ മികച്ചൊരു ഉദ്യോഗസ്ഥയെ നിയമിക്കും. ട്രംപിൻ്റെ ഈ നീക്കം കാരണം അമേരിക്കൻ സാമ്പത്തിക ലോകത്തും കോർപ്പറേറ്റ് ലോകത്തും ബിസിനസ്സുകാരിലും വലിയ കോളിളക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്കൻ തൊഴിൽ വിപണികൾ കണക്കുകൾ എല്ലാവർക്കും വിശ്വസനീയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു കണക്കാണ് ഇപ്പോൾ ട്രംപ് അത് കണക്കുണ്ടാക്കിയ ആളെ ഇപ്പോൾ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. അവയിൽ രാഷ്ട്രീയമായി ഒന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക മാത്രമല്ല മുഴുവൻ ലോകവും അവയുടെ വിശ്വാസ്യത ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ട്രംപ് അവയിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്കനുസരിച്ച് കണക്കുകൾ കൊടുക്കാത്ത വ്യക്തികളെല്ലാം അദ്ദേഹം പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ട്രംപിൻ്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ചക്ക് ഷൂമർ ഒരു സവിശേഷ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞു: മോശം വാർത്ത ലഭിക്കുമ്പോൾ ഒരു മോശം നേതാവ് ചെയ്യുന്നത് മോശം വാർത്ത കൊണ്ടുവരുന്ന സന്ദേശവാഹകനെ വെടിവെക്കുക എന്നുള്ളതാണ്. അതാണ് ട്രംപ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്തായാലും വലിയ രീതിയിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ICUവിലാവാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.